കേന്ദ്ര ബജറ്റിനെതിരെ പാർലമെന്റിൽ വെച്ച് കേന്ദ്രത്തിന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കണക്കിന് കൊടുത്തിരുന്നു. എന്നാൽ സഭയിൽ രാഹുൽ വിമർശനം ഉന്നയിക്കുന്നതിനിടെ പൊട്ടിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെയ്തത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രാലയത്തിൽ നടക്കുന്ന ഹൽവ തയ്യാറാക്കൽ ചടങ്ങിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി രാഹുൽ വിമർശിച്ചിരുന്നു. ഈ സമയത്തായിരുന്നു ധനമന്ത്രിയുടെ പരിഹാസം. ബജറ്റിലേക്ക് സംഭാവനകൾ നൽകിയിട്ടും OBC ഗോത്രവർഗ വിഭാഗങ്ങളിൽ നിന്നോ ദളിത് വിഭാഗത്തിൽ നിന്നോ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ചിത്രത്തിൽ ഇല്ലെന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. ചിത്രത്തിലുള്ളത് ബജറ്റിന്റെ ഹൽവ വിതരണമാണ്. നിങ്ങൾ ഹൽവ കഴിക്കുന്നു, എന്നാൽ ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നില്ല. OBC ഗോത്രവർഗം അല്ലെങ്കിൽ ദളിത് ഉദ്യോഗസ്ഥർ ആരെയും ഈ ചിത്രത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ സമയത്തായിരുന്നു മുഖം പൊത്തിക്കൊണ്ട് ധനമന്ത്രി ചിരിച്ചത്. എന്നാൽ ഈ ചിരി രാഹുലിനത്ര പിടിച്ചില്ല. നേതാവ് ധനമന്ത്രിയുടെ പരിഹാസത്തിന് നേരെ പ്രതികരിച്ചു. ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ന് പാർലമെന്റിൽ ജാതി സെൻസസ് വിഷയം ഞാൻ ഉന്നയിച്ചപ്പോൾ ധനമന്ത്രി ചിരിച്ചുകൊണ്ട് ഈ ഗൗരവമുള്ള വിഷയത്തെ പരിഹസിച്ചു. രാജ്യത്തെ 90% ജനങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇത്തരം ഒരു നിഷേധാത്മകമായ പ്രതികരണം BJPയുടെ ഉദ്ദേശവും ചിന്താഗതിയും ഒക്കെ തുറന്നു കാട്ടുന്നുണ്ട്. എന്ത് വില കൊടുത്തും ജാതി സെൻസസ് യാഥാർത്ഥ്യമാക്കുമെന്നും നിരാലംബകർക്ക് നീതി ലഭ്യമാക്കുമെന്നുമാണ് BJPയോട് പറയാനുള്ളത്. ഇന്ത്യ മുന്നണി രാജ്യത്തിന്റെ എക്സ്റേ പുറത്തു കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ തുറന്നടിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെതിരെ സഭയിൽ രാഹുൽ ആഞ്ഞടിച്ചിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണെന്നായിരുന്നു രാഹുൽ വിമർശിച്ചത്. അദാനിയും അംബാനിയും അടക്കം 6 പേർ ചേർന്നാണ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ പറയുകയുണ്ടായി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്രയിൽ 6 പേർ അഭിമന്യുവിനെ ഒരു ചക്രവ്യൂഹത്തിൽ കുടുക്കിക്കൊന്നു. ആ ചക്രവ്യൂഹത്തിന് പത്മവ്യൂഹം എന്നും വിളിക്കാം, അതായത് താമര രൂപീകരണം. 21ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ചക്രവ്യൂഹം രൂപപ്പെട്ടിരിക്കുന്നു, അതും താമരയുടെ രൂപത്തിൽ. മോദി ആ ചിഹ്നത്തെ നെഞ്ചിൽ പേറുന്നു. അഭിമന്യുവിനോട് ചെയ്തത് ഇന്ത്യയോട് ചെയ്യുന്നു. യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, ചെറുകിട ഇടത്തരം വ്യവസായികളെല്ലാം അനുഭവിക്കുകയാണ്. ഇന്നും ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവരാണെന്നും രാഹുൽ തുറന്നടിച്ചു. അതേസമയം നികുതി ഭീകരതയിൽ നിന്ന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം പോലും ബജറ്റിൽ ഇല്ല എന്ന് രാഹുൽ കുറ്റപ്പെടുത്തുകയുണ്ടായി. മന്ത്രിമാർക്ക് ഭയമാണ് എന്നും ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നികുതി ഭീകരതയ്ക്കൊപ്പം വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ യുവാക്കളുടെ വ്യാപകമായ തൊഴിലില്ലായ്മയുടെ കാരണമെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയായിരിക്കാമെന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി. നിങ്ങൾ യുവാക്കളുടെ കാലൊടിച്ചു, അതിന്മേൽ ഒരു ബാൻഡേഡ് ഇടുകയാണ് എന്ന് രാഹുൽ പരിഹസിച്ചു. നിങ്ങൾ സ്വയം ദേശസ്നേഹികൾ എന്ന് വിളിക്കുന്നു, എന്നാൽ സൈനികരെ സഹായിക്കാനായി ബജറ്റിൽ ഒരു പൈസ പോലും അവർക്കായി നീക്കിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ BJP സർക്കാരിന് കീഴിൽ 70 പേപ്പർ ചോർച്ചകൾ നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. പരീക്ഷാ പേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ധനമന്ത്രി ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിൽ അത് പരാമർശിച്ചിട്ടില്ല. മാത്രമല്ല, അവർ വിദ്യാഭ്യാസത്തിനായി അനുവദിച്ചത് 20 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തുകയാണ് എന്നും രാഹുൽ ഗാന്ധി ബജറ്റിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു.